നമ്മൾ എങ്ങനെ ഏത് റൂട്ടിലാണോ വന്നത് ആ സെയിം പാത്തിലൂടെ റിവേഴ്സിൽ ഒരു 50 മീറ്റേഴ്സ് ഡിലീറ്റ് ഇംപോസിബിൾ ഡിലീറ്റ് ലിമിറ്റ്സ് പറഞ്ഞിട്ടുള്ള ടാഗ് ലൈനിൽ വന്നിട്ടുള്ള നമ്മുടെ ടാറ്റ മോട്ടോഴ്സിന്റെ ഏറ്റവും പുതിയ ഇലക്ട്രിക് കാർ ടാറ്റ ഹാരിയർ.EV കൂടെയുണ്ട് കേട്ടോ. സെഗ്മെന്റിലേക്ക് വെച്ച് നോക്കുവാണെങ്കിൽ തന്നെ ബെസ്റ്റ് പെർഫോമൻസ്, ബെസ്റ്റ് ഫീച്ചേഴ്സ്, ബെസ്റ്റ് റേഞ്ച്, ബെസ്റ്റ് സേഫ്റ്റി പാർട്ട് നൽകുന്ന നമ്മുടെ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഹാരിയർ.EV ഇത്രയും നേരം ഞാൻ ഡ്രൈവ് ചെയ്യായിരുന്നു. ഡൽഹിയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ ഈ ഒരു റേഞ്ചിലേക്ക് വേറെ വെഹിക്കിളിനെ പ്ലേസ് ചെയ്യാൻ വേണ്ടി ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം 0 to 100 in 6.3 സെക്കൻഡ് ബൂസ്റ്റ് മോഡിൽ കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പെർഫോമൻസ് വൈസും കംഫർട്ട് വൈസും എല്ലാം കൊണ്ടും നൈസായിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു വെഹിക്കിളാണ് കേട്ടോ. ഇപ്പോൾ ഡീസൽ ഹാരിയർ ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അത് വെച്ചിട്ടൊന്ന് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കംഫർട്ടബിളും സ്റ്റെബിലിറ്റിയും കിട്ടുന്ന ഒരു വാഹനമാണെന്ന് എടുത്തു പറയാൻ വേണ്ടി പറ്റും. കാരണം ഈ ഒരു പ്ലാറ്റ്ഫോം അതനുസരിച്ചുള്ള രീതിക്കാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഡ്രൈവ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തു വന്നിട്ടുള്ള മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാഡ് വീൽ ഡ്രൈവ് വാഹനമാണ് കേട്ടോ. അതായത് റിയൽ വീൽ ഡ്രൈവും ഉണ്ട്, ഓൾ വീൽ ഡ്രൈവും ഉണ്ട്. അപ്പോൾ ഡ്യുവൽ മോട്ടർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വാഹനമാണ് നമ്മുടെ കൂടെ ഇന്നുള്ളത്. അതിൻ്റേതായിട്ട് അഡ്വാൻറ്റേജ് ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു ഓഫ് റോഡിങ് സെഷൻ, അതായത് ഡിഫറെൻറ്റ് ടെറൈൻസ്, പല പല റിക്ലൈനിങ് ആംഗിളിൽ ഓഫ് റോഡ് ടെറൈൻസിലെല്ലാം തന്നെ ഈ ഒരു വാഹനത്തെ എക്സ്പീരിയൻസ് ചെയ്തു. അപ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ഒരു പെർഫോമൻസ് സൈഡ് നമുക്ക് മനസ്സിലായത്. ഇപ്പോൾ എന്തായാലും റോഡിലേക്ക്, അതായത് കുറച്ച് ലോങ്ങിലേക്ക് നമുക്ക് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എന്ന് അറിയാൻ വേണ്ടിയാണ് എടുത്തിട്ട് വന്നിട്ടുള്ളത്. അപ്പം ശരിക്കും കുറേ അധികം അഡ്വാൻറ്റേജ് ഉണ്ട് ഈ ഒരു വാഹനത്തിന്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, അൺലിമിറ്റഡ് ബാറ്ററി പാക്ക് വാറണ്ടി കിട്ടുന്നൊരു വാഹനം കൂടിയാണ് കേട്ടോ ഇത്. അതായത് ലൈഫ് ടൈം വാറണ്ടി. പിന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അറിയാം, ഇലക്ട്രിക് വാഹനം എടുക്കുമ്പോഴത്തേക്ക് എപ്പോഴും ഒരു കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചാർജ് ആവാൻ ഒരു 1 hour ഒക്കെ നോർമലി എടുക്കുന്നുണ്ടല്ലേ. അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഞ്ച് ഈ ഒരു മോഡലിലേക്ക് 622 ഒക്കെയാണ് IDC ആയിട്ട് പറയുന്നത്. ഇപ്പോൾ റിയൽ ലൈഫിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു 490-500 റേഞ്ചിലേക്കൊക്കെ ആയിരിക്കും കിട്ടുക. അപ്പം ഒരു അഡ്വാൻറ്റേജ് പാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 120 കിലോവാട്ടിൻ്റെ DC ഫാസ്റ്റ് ചാർജർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 250 കിലോമീറ്റർ ഒക്കെ ഒരു 15 മിനിറ്റ്സിൽ ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും. അതെങ്ങനെയുണ്ട്? നൈസ് അല്ലേ? കാരണം നമ്മുടെ ഇപ്പോൾ ഡെയിലി ലൈഫിലേക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ കുറേ കാര്യങ്ങൾ ഈ ഒരു വാഹനത്തിൽ ആഡ് ഓൺ ആയി വന്നിട്ടുണ്ട്. ഇനി പ്രധാനമായിട്ട് വേരിയൻസ് നോക്കുവാണെങ്കിൽ നമുക്ക് ഹാരിയർ EV 65, ഹാരിയർ EV 75 എന്ന് പറഞ്ഞിട്ട് റിയൽ വീൽ ഡ്രൈവ് ഓപ്ഷൻസും, ടോപ്പ് എൻഡിലേക്ക് വരുമ്പോഴത്തേക്കും ഓൾ വീൽ ഡ്രൈവ് ഓപ്ഷനും അങ്ങനെ പറഞ്ഞിട്ട് 3 വേരിയൻസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതായത് അഡ്വഞ്ചർ 65 എന്ന് പറഞ്ഞിട്ടുള്ള വേരിയൻറ്റ് 2 വീൽ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസിങ് 21,49,000 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ് ടു ഈ കാണുന്ന ഓൾ വീൽ ഡ്രൈവ് ആണെങ്കിൽ 30,23,000 രൂപ എക്സ്ഷോറൂം പ്രൈസിലേക്കുമാണ് ആ ഒരു പ്രൈസ് റേഞ്ച് ഉള്ളത്. ഇതിൻ്റെ ഇടയിൽ ഡിഫറെൻറ്റ് വേരിയൻസ് ഉണ്ട്. നമുക്ക് ഫീച്ചേഴ്സ് ഒക്കെ നോക്കിയിട്ട് നമ്മുടെ നീഡ്സിന് അനുസരിച്ചിട്ടും ഇപ്പോൾ ഓൾ വീൽ ഡ്രൈവ് വേണമെങ്കിൽ അങ്ങനെ നോക്കാം, അല്ലെങ്കിൽ റിയൽ വീൽ ഡ്രൈവ് വേണമെങ്കിൽ നമ്മുടെ പർപ്പസ്, ഇപ്പോൾ കുറച്ചൊരു ഓഫ് റോഡ് അല്ലെങ്കിൽ ഒരു ഫൺ ട്രിപ്പൊക്കെ എപ്പോഴും ചെയ്യുന്ന ആളുകളാണെങ്കിൽ, എപ്പോഴും കുറച്ച് അഡ്വഞ്ചർ ഒക്കെ ലവേഴ്സ് ആണെങ്കിൽ ഈ ഒരു മോഡൽ ഓൾ വീൽ ഡ്രൈവ് ചൂസ് ചെയ്യാനുള്ളതേ ഉള്ളൂ. കാരണം ഗംഭീര പെർഫോമൻസ് ആണ്. ഇനി നമുക്ക് ഡ്രൈവ് എക്സ്പീരിയൻസ് ആയാലോ? യെസ്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നുള്ളത് ഓൾ വീൽ ഡ്രൈവ് വെഹിക്കിളാണെന്ന് അറിയാലോ. അപ്പോൾ ഇതിൽ ഡ്യുവൽ മോട്ടർ വരുന്നുണ്ട്. ഫസ്റ്റ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലെ മോട്ടറിൻ്റെ ഒരു പവർ ഫിഗേഴ്സ് നോക്കി കഴിഞ്ഞാൽ 158 PS പവറും, റിയർ സൈഡിലെ മോട്ടർ നോക്കുകയാണെങ്കിൽ 238 PS പവറുമാണ് കിട്ടുന്നത്. അപ്പോൾ ഓവറോൾ ടോക്ക് സൈഡ് നോക്കുമ്പോഴത്തേക്കും 504 Nm ടോക്ക് കിട്ടുന്ന, അതായത് ബെസ്റ്റ് ഇൻ സെഗ്മെൻറ്റിൽ ടോർക്കും പെർഫോമൻസും കിട്ടുന്ന ഒരു മോഡലാണ്. 0 to 100 in 6.3 സെക്കൻഡ്സ് ഇൻ ബൂസ്റ്റ് മോഡ്. എന്നാൽ ഇനി ഡ്രൈവ് എക്സ്പീരിയൻസും കംഫർട്ടും എങ്ങനെയാണെന്ന് നോക്കാം. ബാ, ദ റിയൽ ഹാരിയർ EV എക്സ്പീരിയൻസ്. ഇനി ഒന്ന് പറപ്പിച്ചാലോ? നമ്മളിത് ഡ്രൈവ് എടുത്ത് കുറച്ച് ദൂരമായി. ഇത് ഓടിക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിൽ വരുന്നത് വെച്ചാൽ നമുക്ക് ഓവർ സ്ട്രെയിൻ ഇല്ലാത്തൊരു ഡ്രൈവിംഗ് സ്റ്റൈൽ കിട്ടുന്നൊരു വാഹനമാണ് കേട്ടോ. അതായത് നമുക്കിപ്പോൾ ഇത്രയും വലിയൊരു വാഹനമാണെങ്കിലും ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് ഇത്രയും വലിയ വാഹനമാണ് ഡ്രൈവ് ചെയ്യുന്നത് എന്നുള്ളൊരു ഫീലില്ല. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഡ്രൈവ് മോഡ്സ് ഉണ്ടല്ലോ, എക്കോ ഉണ്ട്, സിറ്റി ഉണ്ട്, സ്പോർട്സ് ഉണ്ട്, ബൂസ്റ്റ് മോഡുണ്ട്. ബൂസ്റ്റ് മോഡിൻ്റെ ഒക്കെ ആവശ്യം നമ്മുടെ റോഡുകളിൽ ഉണ്ടോ എന്ന് സംശയമാണ്. കാരണം അതുപോലെ പവർ ഡെലിവറി അതുപോലെയാണ്. വളരെ കെയർഫുള്ളും ആയിരിക്കണം ഈ ഒരു മോഡ്സൊക്കെ നമ്മൾ എടുത്തിട്ട് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു സിറ്റി മോഡിൽ തന്നെ ഇപ്പോൾ നമുക്ക് അത്യാവശ്യം പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നോർമലായിട്ട് തന്നെ ഓടിക്കുന്നത്. ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞതുണ്ടോ ഭയങ്കരമായിട്ടുള്ള റെസ്പോൺസാണ്, എടുത്തങ്ങോട്ട് കൊണ്ടുപോവാണ്. ശരിക്കും ഇത് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാക്കിൽ ഓടിച്ച സമയത്താണ് ശരിക്കും ഇതിൻ്റെ ആ ഒരു ഫീല് മനസ്സിലായത്. അതായത് ശരിക്കും ഹാരിയറിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും, അതായത് ഡീസൽ ഹാരിയറിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടി സ്റ്റെബിലിറ്റി ഉണ്ട് ഈ വാഹനത്തിന്. അതായത് നമുക്ക് കോർണറിങ് എടുക്കുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ റിയർ സൈഡിൽ ഇരിക്കുന്നവരാണെങ്കിലും ഇപ്പോൾ ഫ്രണ്ട് ക്വാർട്ടർ പോർഷൻ ഇരിക്കുന്നവരാണെങ്കിലും ആ ഒരു ബോഡി റോൾ ഇല്ല, ഭയങ്കര ഫീലാണ്. അതായത് നമുക്ക് ആ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഉള്ളവർക്ക് അങ്ങനത്തെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും വരില്ല. കാരണം അതുപോലെ സ്റ്റെബിലിറ്റി ഉണ്ട് വാഹനത്തിന്. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു അത്രയും വെയിറ്റ് ബാറ്ററി പാക്ക് കൂടെ ആഡ് ആയതുകൊണ്ടാവാം അങ്ങനെ.
പിന്നെ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് ഇതിൻ്റെ സസ്പെൻഷൻ. അതായത് മൾട്ടി ലിങ്ക് റിയർ സസ്പെൻഷനാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് നമുക്ക് ആ ഒരു അത്യാവശ്യം മോശം റോഡ്, ഇപ്പോൾ കട്ടറുള്ള റോഡ് വഴി പോയാലും നമുക്ക് വണ്ടിക്കുള്ളിൽ അത്ര കുലുക്കോ കാര്യങ്ങളൊന്നുമില്ല, വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പം ലോങ് ജേർണിയിലേക്കൊക്കെ കംഫർട്ടബിൾ ആണ്. പിന്നെ എസ്പെഷ്യലി ഈ ഒരു വാഹനം നമുക്ക് അത്യാവശ്യം ഓഫ് റോഡ് പർപ്പസിൽ യൂസ് ചെയ്യാം. അതിനും വളരെ ആപ്റ്റാണ്. ഇപ്പോൾ ഒരു ഫൺ ട്രിപ്പൊക്കെ പോകണം, കുറച്ച് കുഞ്ഞു കുഞ്ഞു ഓഫ് റോഡ്സ് ഒക്കെ ചെയ്യണം, ആ ഒരു പർപ്പസിലേക്കൊക്കെ നോക്കുമ്പോഴും എന്തായാലും ഇന്ത്യൻ റോഡ്സിന് ആപ്റ്റ് ആയിട്ടുള്ള രീതിയിൽ, അതായത് സ്നോ വേണോ, സ്നോ അങ്ങനെ മഡ് വേണോ, സാൻഡ് വേണോ, ഏത് ടൈപ്പ് ഓഫ് ടെറൈനിലും നമുക്ക് ഈ ഒരു വാഹനം വളരെ സ്മൂത്ത് ആൻഡ് സിമ്പിൾ ആയിട്ട് കൊണ്ടു നടക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റിയറിംഗ് വീലാണ് കേട്ടോ. അതായത് 4-സ്പോക്ക് സ്റ്റിയറിംഗ് വീല്. ഇതിൽ തന്നെ സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ കംഫർട്ടാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ക്രൂയിസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലാതെ ADAS ലെവൽ 2 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കുറേ ഫീച്ചേഴ്സ് നമ്മൾ ഓൾറെഡി ഓഫ് റോഡ് ടൈമിൽ എക്സ്പീരിയൻസ് ചെയ്താണ്. വേണ്ടവർക്ക് ഞാൻ വീഡിയോയുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ റിവേഴ്സ് അസിസ്റ്റിൻ്റെയും അല്ലെങ്കിൽ ഓട്ടോ ബ്രേക്കിങ്ങിൻ്റെയും ഒക്കെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും ഈ ലോങ് ഡ്രൈവിലേക്ക് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പാഡ് ഷിഫ്റ്റേഴ്സ് ഉണ്ടോ, ഇത് നമുക്ക് റീജൻ്റെ സപ്പോർട്ടായിട്ടാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. അതായത് റീജൻ 0 to 3 വരെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ സിറ്റി വരുവാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് റഷുള്ള ഏരിയ വരുവാണെങ്കിൽ റീജൻ 3, ലെവൽ 2, ലെവൽ 3ലേക്കൊക്കെ ആഡ് ഓൺ ചെയ്തിടാം. അത് സിമ്പിളാണ്. പ്ലസും മൈനസും ഓപ്ഷനിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കൺവീനിയൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിലുണ്ട്. പിന്നെ റിയൽ വീൽ ഡ്രൈവിൻ്റെ കേസിൽ അതും പെർഫോമൻസിൻ്റെ കാര്യത്തിൽ പുറകിലൊന്നും അല്ല. അത്യാവശ്യം നല്ല ബെസ്റ്റ് പെർഫോമൻസ് കിട്ടുന്ന മോഡൽ തന്നെയാണ്. അതിപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മുടെ കേർവ് അല്ലെങ്കിൽ നെക്സോൺ ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ കൺസിഡർ ചെയ്യാവുന്നതാണ്. റേഞ്ച് പാർട്ടും കുഴപ്പമില്ല. നിയർലി 400 to 500 റേഞ്ചിൻ്റെ അകത്ത് റേഞ്ച് പാർട്ടും കിട്ടുന്നുണ്ട്. പിന്നെ പ്രൈസിങ് ഓൾസോ കുറച്ചുകൂടെ ടോപ്പിനേക്കാളും കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ അഫോർഡബിൾ ആണ്. ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും മിഡ് ഓപ്ഷനിൽ തന്നെ അത്യാവശ്യം ലാവിഷായിട്ട് തന്നെയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട്. ബെസ്റ്റ് ഒരു കുറേ അധികം വേരിയൻസ് കൊടുത്തിട്ടുള്ളത് തന്നെ നമുക്ക് പ്രൈസിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഇനി ഹാരിയർ റിവിയിലെ ഫീച്ചേഴ്സ്, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടെന്ന് അറിയാലോ. ആദ്യം നമുക്ക് ഇൻഫോർടൈൻമെൻറ്റ് ഒന്ന് നോക്കാം. 36.9 സെൻറ്റിമീറ്റർ ഉള്ള ഹെർമൻ്റെ ആ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം പവേർഡ് ബൈ സാംസങ് നിയോ QLED ആണ്. അതായത് ഫസ്റ്റ് ഇൻ സെഗ്മെൻ്റ് ആണ് സാംസങ് നിയോ LED ഓപ്ഷൻ വരുന്നത്. അതുകൂടാതെ ഇതിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്കറിയാം ടാറ്റയുടെ കാസിൽ നിന്ന് നമുക്ക് അത്യാവശ്യം വൈഡ് ഒരു സ്ക്രീനും അല്ലെങ്കിൽ ഒരുപാട് അലക്സ, ആമസോൺ അലക്സയുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ കിട്ടുന്നുണ്ട് അറിയാലോ. അപ്പം അതും ഈ ഒരു വാഹനത്തിലുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഈ കാണുന്നത് എയർ പ്യൂരിഫയർ ആണ്, കണ്ടല്ലോ. ആ ഒരു എയർ ക്വാളിറ്റി കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അത് ഇൻബിൽറ്റ് ആയിട്ട് തന്നെ ഇതിലുണ്ട്. അതേപോലെ തന്നെ RKDV എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആപ്ലിക്കേഷൻ സപ്പോർട്ട് വരുന്നുണ്ട്. ഇപ്പം C5, അതേപോലെ തന്നെ കിഡ്സിന് പറ്റുന്ന ഗെയിംസ്, യൂട്യൂബ് കിഡ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻബിൽഡ് ആയിട്ട് തന്നെ ഉണ്ട്. ഇത് വളരെ യൂസ്ഫുൾ ആണ്. പിന്നെ അതേപോലെ ഓട്ടോ പാർക്കിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി നമ്മൾ ഓഫ് റോഡ് വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെഹിക്കിൾ തന്നെ വാലറ്റ് പാർക്കിംഗ് പോലെയുള്ള പാർക്കിംഗ് ചെയ്യുന്നുണ്ട്. അത് വളരെ യൂസ്ഫുൾ ആണ്. നല്ല ഇടുങ്ങിയ സ്ഥലത്തൊക്കെ നമുക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ വണ്ടി തന്നെ ഓട്ടോ പാർക്ക് ചെയ്യുന്നുണ്ട്. അതല്ല ഇറങ്ങാൻ സ്പേസ് ഇല്ലാത്തടത്താണെങ്കിൽ വണ്ടി തന്നെ ഓട്ടോ പാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ ഈ കാണുന്നത് ക്ലൈമറ്റ്. നമുക്കിപ്പം ഓരോ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് വരുന്നത്. അത് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻസ് എടുത്ത് പറയേണ്ട ആവശ്യമില്ലോ. പിന്നെ കസ്റ്റം ടെറൈൻ മോഡ്സ് 6 മോഡ്സ് വരുന്നുണ്ട്. സ്നോ, മഡ്, ഗ്രാസ് തുടങ്ങിയിട്ട് പല ടൈപ്പ് ഓഫ് മോഡ് വരുന്നുണ്ട്. അതിൽ 6ാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന കസ്റ്റം ടെറൈൻ മോഡാണ്. അത് നമുക്ക് നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വേണ്ടി പറ്റും. റീജന്, അതേപോലെ ട്രൈ മോഡ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ജസ്റ്റ് ഡിജി ആക്സസ്, ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. അതായത് ഈ കാണുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ കീ ആണ്. ഇത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും വെഹിക്കിൾ തുറക്കുന്ന സമയത്ത്. അതേപോലെ ജസ്റ്റ് ഉള്ളിൽ കയറി കഴിയുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് കീപ്പ് ചെയ്യണം. നമ്മളുടെ ATM കാർഡും അല്ലെങ്കിൽ മറ്റ് കാർഡ്സൊക്കെ പോലെ തന്നെ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ ഈ കാണുന്ന ഡ്രൈവ് പേ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവം ഭയങ്കര യൂസ്ഫുൾ ആണ്. അതായത് നമുക്ക് സാധാരണ നമ്മൾ ഒരുപാട് മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടല്ലേ നമ്മൾ റീചാർജ് ചെയ്യുന്നത്, ചാർജിങ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഡ്രൈവ് പേ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡാറ്റ വരുന്നതാണ്. ഇതിലിപ്പോൾ 700 രൂപ ബാലൻസ് ഉണ്ട്. നമുക്കിപ്പോൾ റീചാർജ് ചെയ്യാൻ വേണ്ടി UP യൂസ് ചെയ്തിട്ട് വളരെ ഫ്രണ്ട്ലി ഈസിലി ആയിട്ട് നമുക്ക് റീചാർജ് ചെയ്ത് ആഡ് ചെയ്ത് വെക്കാം. അത് മാത്രമല്ല തൊട്ടടുത്തുള്ള ചാർജ് സ്റ്റേഷൻസ് ഒക്കെ വളരെ ഈസി ആയിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഈ ഒരു സംഭവം വളരെ യൂസ്ഫുള്ളാണ്. ഇനി ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചർ കാണിച്ചു തരാം. ഈ ഒരു റിവേഴ്സ് അസിസ്റ്റ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം കുറേ ദൂരം ഒരു റഷുള്ള ഏരിയയിൽ പോകാമെന്ന് വെച്ചോ. നമ്മളിപ്പം ഭയങ്കര റഷുള്ള ഏരിയ ആണ്, റിവേഴ്സ് നമുക്ക് എടുക്കാൻ ഒരു കോൺഫിഡൻസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഹാരിയർ റിവി നമ്മളെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ കുറച്ച് മുന്നോട്ട് വന്നു, എന്നിട്ട് ജസ്റ്റ് ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു റിവേഴ്സ് അസിസ്റ്റ് ഓൺ ആക്കുവാണ്. കണ്ടല്ലോ. എന്നിട്ട് ഞാൻ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുവാണേ.
കണ്ടല്ലോ, നമ്മൾ എങ്ങനെ ഏത് റൂട്ടിലാണോ വന്നത് ആ സെയിം പാത്തിലൂടെ റിവേഴ്സിൽ ഒരു 50 മീറ്റേഴ്സ് നമ്മുടെ ഹാരി റേവി നമ്മളെ കൊണ്ടുവെക്കും. കൊള്ളാം അല്ലേ? നൈസ് ഫീച്ചർ അല്ലേ? ഇപ്പോൾ ആരെങ്കിലും ക്രോസ് ചാടുമോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ വണ്ടി സ്റ്റോപ്പ് ആവും. അതിന് ശേഷമായിരിക്കും വീണ്ടും എടുക്കുക. 50 മീറ്റേഴ്സ് ആയിരിക്കും മാക്സിമം നമ്മൾ ബാക്കിലേക്ക് വരിക കേട്ടോ. നൈസ് ഫീച്ചർ അല്ലേ? അതുപോലെ തന്നെ ഇതേ ഓട്ടോ പാർക്ക് അസിസ്റ്റ് ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞാണ്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പം ഞാൻ ഈ ഒരു ഓപ്ഷൻ എടുത്തു. എന്നിട്ട് ഇത് കണ്ടോ, സെർച്ചിങ് ഫോർ പാർക്കിംഗ് സ്ലോട്ടാണ്. ജസ്റ്റ് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പാരലായിട്ട് ഇതേ എനിവെയർ പാർക്കിംഗ് ആക്ടിവേറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഇങ്ങനെയല്ലേ, നമുക്കിതിൻ്റെ ആംഗിൾ ഒന്ന് മാറ്റി കൊടുക്കാം. നമുക്ക് നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ഈ ഒരു ഓപ്ഷനിൽ പാർക്ക് ചെയ്യണം. ഓക്കെ, ഓൺ ആയിട്ടുണ്ട്. ഓ, ഫ്രണ്ടിലിപ്പോൾ നോക്കിയേ, അവിടെ ഒരു ചെറിയൊരു തട്ടൊക്കെ ഉണ്ട്. അവിടെ ഒന്ന് ക്ലോസ് ആയി. എനിക്ക് തന്നെ തിരിയുന്ന കാണാൻ നല്ല രസമുണ്ടല്ലേ. ഇച്ചിരി വെള്ളം കുടിച്ചേക്കാം. സറൗണ്ടിങ്സ് ഒക്കെ നോക്കി പക്കയായിട്ട് തിരിക്കുന്നുണ്ട്. നല്ലൊരു അസിസ്റ്റൻ്റ് കൂടിയാണ്. നല്ല വൃത്തിയായിട്ട് പാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്, സ്ട്രെയിറ്റ് ആയിട്ട്. അടിപൊളി. ഇത് ഈ കാണുന്നതാണ് ഹാരി റേവിയുടെ കുറേ ഫീച്ചേഴ്സ് ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു റിമോട്ട് കൺട്രോൾ കീ. ഭയങ്കര റൗണ്ട് ഷേപ്ഡ് ആണ്, ഭയങ്കര ക്യൂട്ടാണ് കാണാൻ. അപ്പോൾ ഇതിലും നമുക്ക് റിമോട്ട് പാർക്ക് അസിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഗുഡ് ഓപ്ഷൻ. കുറച്ചുകൂടെ പ്രീമിയം വണ്ടികൾ കാണുന്ന ഒരു ഫീച്ചറും നമുക്ക് എന്തായാലും ഹാരി റേവിയിൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ക്ലസ്റ്ററിൻ്റെ ഭാഗം ഞാൻ എടുത്തു പറയുന്നില്ല, ഓൾറെഡി നമ്മൾ കണ്ടിട്ടുള്ള സെയിം ആ ഒരു പാറ്റേണിലുള്ള സെയിം ഫീച്ചേഴ്സ് കിട്ടുന്ന സെയിം ക്ലസ്റ്റർ തന്നെയാണ്. ഇനിയിപ്പോൾ മറ്റ് ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ സീറ്റിംഗ് നോക്കാം ആദ്യം. ഡ്രൈവർ സീറ്റ് ആണെങ്കിൽ 6 വേ അഡ്ജസ്റ്റബിൾ ആണ് ഇലക്ട്രിക്കലി. അതിൽ തന്നെ 3 മെമ്മറി ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നമുക്ക് വേണമെങ്കിൽ ഒരു ലോവർ ആൻഡ് പൊസിഷനിൽ വെച്ചിട്ട് ഡ്രൈവ് ചെയ്യണമെങ്കിൽ, അത്യാവശ്യം ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ അവർക്കും കംഫർട്ടബിൾ ആയിട്ട് രീതിയിൽ വന്നിട്ടുണ്ട്. കോ ഡ്രൈവർ സീറ്റിലേക്ക് വരുമ്പോഴത്തേക്കും 4 വേ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ 2 വെന്റിലേറ്റർ സീറ്റ്സ് ആണ് വരുന്നത്. 3 ലെവൽ ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ AC കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി ഇങ്ങോട്ടൊന്ന് നോക്കിയേ. ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് 540 ഡിഗ്രി വ്യൂ കിട്ടുന്നുണ്ട് കേട്ടോ. അതിലൊരു ട്രാൻസ്പെറൻറ്റ് മോഡ് അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഇപ്പോൾ എന്തായാലും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വാഹനത്തിൻ്റെ ചുറ്റും അല്ലെങ്കിൽ വാഹനത്തിൻ്റെ താഴെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടെ കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി പറ്റുന്ന രീതിയിലേക്കൊരു ട്രാൻസ്പെറൻറ്റ് മോഡ് കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ വാഹനത്തിൻ്റെ ചുറ്റും, അതായത് 540 ഡിഗ്രിയിലേക്കുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഇപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ സേഫ്റ്റി പാർട്ട് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഭാരത് എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 7 എയർ ബാഗ് വരുന്നുണ്ട്. പിന്നെ അഡാസ് ലെവൽ 2ൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. അതിൽ ഒരുപാടധികം ഫീച്ചേഴ്സ് ഉണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോ ചെയ്താണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. ഇനിയിപ്പോൾ മറ്റു കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഇതേ വലിയൊരു പനാറോമിക് സൺറൂഫ് വരുന്നുണ്ട്. ആംബിയൻ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ വേറൊരു സംഭവം കാണിച്ചു തരാം. റിയർ സൈഡിൽ ഇരിക്കുന്നവർക്കും അല്ല ഈ സൈഡിൽ ഇരിക്കുന്നവർക്കും ഒക്കെ വളരെ കൺവീനിയൻ്റ് ആയിട്ട് രീതിയിൽ നമുക്ക് കോ ഡ്രൈവർ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ 2 സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അല്ലാതെ ലെഫ്റ്റ് സൈഡിൽ പോയിട്ട് ഫോൾഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു റിയർ സൈഡിലൊക്കെ ഇരിക്കുന്നവർക്ക് ഒരു ബോസ് മോഡ് ആ ഒരു രീതിക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും, കുറച്ചുകൂടി റിയർ സൈഡിൽ സ്പേസ് കാര്യങ്ങൾ വേണമെങ്കിൽ. പിന്നെ ഇതേ തൊട്ട് താഴത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ചാർജിങ് ഓപ്ഷൻ, സി കേബിൾ ഫാസ്റ്റ് ചാർജർ സപ്പോർട്ട് രീതിയിൽ കൊടുത്തിട്ടുണ്ട്. വയർലെസ് മൊബൈൽ ചാർജിങ് ഓപ്ഷൻ കാണാം. പിന്നെ ഈസി ഷിഫ്റ്റിംഗ് മോഡ് ഷിഫ്റ്റർ ആ ഒരു റോട്ടറി മോഡൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബൂസ്റ്റ് മോഡൊക്കെയാണ് ഷിഫ്റ്റ് ചെയ്യാൻ ജസ്റ്റ് 1 പ്രസ് മതി കേട്ടോ. സ്പോർട്സ് എവിടെയുണ്ട്. എക്കോ മോഡ് ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് കണ്ടോ ഓട്ടോ പാർക്കിങ്ങിന് ചെറിയൊരു ഷോർട്ട് കട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഗിയർ ഷിഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഹാരിൽ കണ്ടിട്ടുള്ള സെയിം ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. വളരെ ക്വാളിറ്റി വണ്ണാണ് കേട്ടോ ഇത്. പിന്നെ ഈസി പാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ഓട്ടോ ഹോൾഡ് ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. യൂട്ടിലിറ്റി സ്പേസ് നോക്കുവാണെങ്കിൽ തന്നെ അത്യാവശ്യം ലാർജ് ഒരു സ്പേസ് വന്നിട്ടുള്ള കാര്യമുണ്ട്. ഈ ഒരു ഭാഗത്ത് ഒരു ചാർജിങ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 12 വോട്ടിൻ്റെ ഓപ്ഷൻ ഈ ഒരു ഭാഗത്തായിട്ടും കാണാം. ശരിക്കും ഇന്റീരിയർ വരുമ്പോഴത്തേക്കും ഒരു ഗ്രേ വൈറ്റ് കോംബോയിലാണ് ടോട്ടലി വന്നിട്ടുള്ളത്. അതിൽ ഈ ഒരു ഭാഗത്തെ ഗ്രാഫിക്സ് ഒക്കെ കുറച്ച് ഡിസൈൻ വ്യത്യാസമുണ്ട്. ഒരു ഗ്ലോസി ഫിനിഷ് കൊടുത്തുകൊണ്ട് വന്നിട്ടുള്ള ഡിസൈനാണ് കേട്ടോ ഈ കാണുന്നത്. ഡോർ പാർട്സിലേക്ക് വരുവാണെങ്കിൽ തന്നെ ബ്ലാക്ക് വൈറ്റ് കോംബോ വരുന്നുണ്ട്. വളരെ നീറ്റായിട്ടുള്ള ഡിസൈനാണ് ഓവറോൾ കാണുന്നത്. ജസ്റ്റ് ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴത്തേക്കും പ്രധാനപ്പെട്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ടയർ പ്രൊഫൈൽ വരുമ്പോൾ ടോപ്പനിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു 245, 55, R19 പ്രൊഫൈലിലുള്ള ടയേഴ്സ് ആണ് കേട്ടോ. അത്യാവശ്യം വലിയ ടയേഴ്സ് ആണ്. ഇപ്പോൾ ഈ ഒരു വെഹിക്കിളിന് ഒരു മാസീവ് ലുക്ക് നൽകുന്നതിന് ഈ ടയേഴ്സ് ഒരു പ്രധാന ഘടകം തന്നെയാണ്. ജസ്റ്റ് ഇനി ഞാൻ റിയർ സൈഡ് ഒന്ന് കാണിച്ചു തരാം. റിയർ സൈഡിലേക്കാണെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ടിലേക്കാണെങ്കിലും ഉള്ളിലേക്ക് കയറുമ്പോഴത്തേക്ക് ഈ ഒരു ഫുഡ് സ്റ്റെപ്പ് ഇപ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആണ്. നമുക്ക് ഉള്ളിലേക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ വളരെ കൺവീനിയൻ്റ് ആണ് കേട്ടോ. പിന്നെ ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് 3 ആളുകൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ജേണിയാണ്. ഞാനിപ്പം കുറച്ച് ദൂരം നമ്മുടെ ആ ഒരു ഓഫ് റോഡ് ടൈമിൽ റിയർ സൈഡിൽ ഇരുന്ന് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ട്രാക്കിലാണ് ഇരുന്നത്. അതായത് ഹൈ സ്പീഡ് ട്രാക്കിൽ കോൺട്ര ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിലും റിയർ സൈഡിൽ ആ ഒരു ബോഡി റോൾ ഇല്ല എന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. അപ്പം അതായത് നോർമൽ ഹാരിയറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും EV കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി സൈഡ്
പക്കയാണ്. അതേപോലെ റിയർ സൈഡിൽ നോക്കുമ്പോഴത്തേക്കും കുറച്ച് ക്വാളിറ്റി സ്റ്റഫ് എന്ന് വെച്ചാൽ സീറ്റിങ്ങും അല്ലെങ്കിൽ ഈ ഒരു ബോട്ടിൽ ഹോൾഡറും ഹാൻഡ് റെസ്റ്റും ഒക്കെ നല്ലൊരു ക്വാളിറ്റി സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കാണാം. പിന്നെ ഹെഡ് റെസ്റ്റിൻ്റെ സപ്പോർട്ട് കണ്ടോ, പുതിയൊരു ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത്. ഒരു കേർവ്ഡ് ഷേപ്പിൽ കറക്റ്റ് ഹെഡ് പ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നൈസായിരുന്ന രീതിയിലുള്ളൊരു ഹെഡ് റെസ്റ്റ് കൊണ്ടുള്ള കാര്യങ്ങൾ കാണാം. അതേപോലെ പ്രൈവസിക്ക് വേണ്ടിയിട്ട് 2 കർട്ടൻസ് കൊടുത്തിട്ടുണ്ട്, ബ്ലൈൻഡ് കർട്ടൻസ്. പിന്നെ റൈറ്റ് സൈഡിൽ നോക്കുമ്പോഴത്തേക്കും ഒരു കാര്യം ശ്രദ്ധിച്ചു, അതായത് ഈ ഒരു സീറ്റിങ്ങിൻ്റെ ആ ഒരു പാറ്റേൺ ഡിസൈൻ തന്നെയുള്ള ഈ ഒരു ഡോർ ഹാൻഡിൽസിലെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഓവറോൾ നൈസായിട്ടുണ്ട്. JBLൻ്റെ സ്പീക്കർ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. AC വെന്റിലേഷൻ ഈ ഒരു ഭാഗത്തായിട്ട് റൈറ്റ് സൈഡിലായിട്ടും ലെഫ്റ്റ് സൈഡിലായിട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ 6 വോൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ സപ്പോർട്ട് ചെയ്യുന്ന 2 C കേബിൾ കണക്ട് ചെയ്യാവുന്ന 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു യൂട്ടിലിറ്റി പോക്കറ്റ്സ്, സീറ്റിൻ്റെ ബാക്സിൽ പോക്കറ്റ്സ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കാണാം. പിന്നെ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സീറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ. റിയർ സൈഡിലൊക്കെ അത്യാവശ്യമായിട്ടുള്ള ഒരാൾ കയറിയാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാവുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇതിൽ സേഫ്റ്റി പാർട്ട് നോക്കുമ്പോൾ ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ബ്ലൈൻഡ് വ്യൂ മോണിറ്ററാണ്. ലെഫ്റ്റോ റൈറ്റോ ഇൻഡിക്കേറ്റർ ഇടുമ്പോഴത്തേക്കും ആ ഒരു ക്യാമറ ഓൺ ആവുന്നുണ്ട്. വളരെ വലിയ സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വ്യൂ ആണ് നമുക്കിപ്പോൾ ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ നോക്കുമ്പോഴത്തേക്കും കാണുന്നത്. അതേപോലെ തന്നെ റൈറ്റ് സൈഡ് വ്യൂ നമുക്ക് അതേപോലെ തന്നെ കാണാൻ വേണ്ടി സാധിക്കും. കണ്ടല്ലോ, ഇത് വളരെ യൂസ്ഫുൾ ആണ്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് വന്നിട്ടുള്ള ഈ ഒരു സംഭവം, അതായത് HD റിയർ വ്യൂ മോണിറ്ററാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഫ്രണ്ട് ബാക്ക് ഓൾവേസ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾവേസ് നമുക്കിത് സൂം ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ ലോക്ക് ചെയ്യാം, ഫോട്ടോ എടുക്കണ സ്നാപ്പ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതുണ്ട്, ഇത് ഓൾവേസ് റെക്കോർഡിംഗ് ആണ്. പിന്നെ സെറ്റിങ്സ് ഒക്കെ മാറ്റാൻ വേണ്ടി അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. മൈക്ക് ഓൺ ചെയ്യണമെങ്കിൽ അങ്ങനെ, ബ്രൈറ്റ്നസ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ആഡ് ഓൺ ആണ്. ഇത് ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് വന്നൊരു ഫീച്ചറാണ് കേട്ടോ. പിന്നെ ഈ ഒരു വാഹനം അത്യാവശ്യം നമുക്ക് വെള്ളത്തിൽ വേണമെങ്കിൽ ഡ്രൈവ് ചെയ്യാം കേട്ടോ. വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി വരുന്നത് 600 mm ആണ് വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി വരുന്നത്. പിന്നെ എടുത്തു പറയേണ്ട 1-2 പോയിന്റ്സ് ഉണ്ട്. ഈ ഒരു ചാർജിങ് യൂണിറ്റ്, അതായത് വെഹിക്കിൾ ടു വെഹിക്കിൾ ചാർജ് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷൻ ഉണ്ട്. അത്യാവശ്യം നമുക്ക് ക്യാമ്പിംഗ് പർപ്പസിനൊക്കെ യൂസ് ചെയ്യാനും അവിടുത്തെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഇതിൽ നിന്ന് നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് എസ്പെഷ്യലി ഒരു ഓൾ വീൽ ഡ്രൈവ് വെഹിക്കിൾ ആണല്ലോ, അത്യാവശ്യം ഒരു ക്യാമ്പിംഗ് പർപ്പസിനൊക്കെ ആണെങ്കിലും പക്കയായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ ഈ ഒരു വാഹനത്തിൽ നമ്മൾ ഫാസ്റ്റ് ചാർജർ സപ്പോർട്ട് ചെയ്യുന്ന ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വീട്ടിലെ 7.2 kW ചാർജർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 10-10.5 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആവുന്നുണ്ട് കേട്ടോ. ഇനി ജസ്റ്റ് നമുക്ക് റിയർ സൈഡിലെ കാര്യങ്ങൾ നോക്കാം. ഓൾറെഡി ഞാൻ ഡിസൈൻ്റെ കാര്യം എടുത്ത് പറയാത്ത നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ജസ്റ്റ് റിയർ സൈഡ് ബൂട്ട് സ്പേസ് ഒന്ന് കാണിച്ചു തരാവേ. ഞാൻ ഓവറോൾ ഫ്രണ്ടും റിയറും പറയാത്ത നമ്മൾ ഓൾറെഡി വാക്ക് അറൗണ്ട് എടുത്താണ്, അതുകൊണ്ടാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ലോങ് ക്രോസ് ചെയ്യുകയാണ്. ഓട്ടോ ടെയിൽ ലാമ്പാണ് ഓപ്പണിങ്ങും ക്ലോസിങ്ങും വരുന്നത് കേട്ടോ. അപ്പോൾ ബൂട്ട് സ്പേസ് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ തിങ്സ് എല്ലാം ഇരിപ്പുണ്ട്. 502 ലിറ്ററോളമാണ് കപ്പാസിറ്റി വരുന്നത് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഹൈറ്റ് ഉണ്ട്, കാരണം ഒരു ബാറ്ററി പാക്ക് വരുന്നതുകൊണ്ട്. എന്നാലും ലാവിഷായിട്ടുള്ളൊരു സ്പേസ് കാര്യങ്ങൾ കാണുന്നുണ്ട്. കണ്ടല്ലോ, നമ്മുടെ ഇത്രയും ബാഗ്സും കാര്യങ്ങളൊക്കെ ക്യാരി ചെയ്തിട്ടുണ്ട്. ഇനിയും വേണമെങ്കിൽ ക്യാരി ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ഓവറോൾ harrier.ev ഓൾ വീൽ ഡ്രൈവിൻ്റെ വിശേഷങ്ങളാണ് ഇത്രയും നേരം കേട്ടത്. നിങ്ങൾക്ക് എല്ലാം പേഴ്സണലി ഈ ഒരു വെഹിക്കിൾ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമുക്ക് കുറ്റം പറയാനായിട്ട് ഒന്നുമില്ലാത്ത രീതിയിലാണ് ടാറ്റ ഈ ഒരു വാഹനത്തെ ചെയ്തു വെച്ചിട്ടുള്ളത്. കാരണം പാക്കേജ്, വാറണ്ടി പാക്കേജിൻ്റെ കാര്യത്തിലാണെങ്കിലും ഓവറോൾ ഫീച്ചേഴ്സ് ഇത്ര നേരം ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഡ്രൈവിംഗ് കംഫർട്ടിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, എല്ലാം കൊണ്ടും ഒരു പെർഫെക്റ്റ് ഇലക്ട്രിക് കാറായിട്ടാണ് harrier.ev വന്നിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ ആഡ് ചെയ്യുക. അതേപോലെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആതിര മുരളി ഒഫീഷ്യൽ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലോ അല്ലെങ്കിൽ നമ്മുടെ കമൻസിലോ ഒന്ന് ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ മാക്സിമം ഹാരിയർ ലവേഴ്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടനോടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കേട്ടോ. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.